Praise the Lord. Praise the Lord. യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഈ ദൃശ്യ മാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് വന്ദനങ്ങളെ അറിയിക്കുന്നു. यीशु मसीह के धन्य नाम से इस दृश्य के द्वारा हमें सुनने वाले हर एक श्रोताओं को यीशु मसीह के नाम से स्वागत करते हैं. ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തില് ദൈവത്തിന്റെ വചനവുമായിട്ട് നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. आज इस सुबह के वक्त में परमेश्वर ने यह अवसर दिया कि वचन के साथ खड़े रहने के लिए परमेश्वर ने जो अवसर दिया इसलिए प्रभु को धन्यवाद करते हैं. ഈ ദിവസങ്ങളിലൊക്കെ ആരാധനയ്ക്കുള്ളതാകുന്ന സാവകാശങ്ങൾ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. और इन दिनों में आराधना का पूरी रीति से स्वतंत्रता नहीं होने के कारण बहुत सी दिक्कतें हैं, परंतु परमेश्वर ने इस माध्यम के द्वारा हमें मदद किया कि इस वचन के द्वारा हम खड़े रह सकें. ലോകമെമ്പാടും ദൈവമക്കള് പ്രാർത്ഥനയോടുകൂടി ഈ മഹാമാരിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ദൈവസന്നിധാനത്തിൽ ആയിരിക്കുന്നു. और विश्व में सारे लोग जो है प्रार्थना के साथ बैठे हैं कि इस बहुत महामारी से परमेश्वर हम सबको बचाने के लिए प्रार्थना कर रहे हैं. ദൈവം ഈ മഹാമാരിയിൽ നിന്ന് ജനത്തെ രക്ഷിക്കട്ടെ. इस महामारी से परमेश्वर हम सबको बचा ले पाए. ഇന്ന് രാവിലെ സമയത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് ഒരു തിരുവചനം വായിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. आज इस सुबह के वक्त के लिए परमेश्वर के वचन से हम पढ़ना चाहते हैं. പഴയ നിയമത്തിലെ ഹബക്കൂക്കിന്റെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. पुराने नियम की पुस्तक में से हबक्कूक की पुस्तक 3रा अध्याय 17 से लेके 19 आयत तक पढ़ना चाहते हैं. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളി അനുഭവം ഉണ്ടാകുകയില്ല, ഒരു മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമാകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടാകുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവിന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിൽ എന്നെ നടക്കുമാറാക്കുന്നു. यहाँ पे इस प्रकार से लिखा है, क्योंकि चाहे अंजीर के वृक्ष में फूल न लगे और ना दाखलताओं में फल लगे, जलपाई के वृक्ष में केवल धोखा पाया जाए और खेतों में अन्न न उपजे, भेड़शालाओं में भेड़ बकरी ना रहे और ना थानों में गाय बैल हो, तो भी मैं यहोवा के कारण आनंदित और मग्न रहूंगा और अपने उद्धारकर्ता परमेश्वर के द्वारा अति प्रसन्न रहूंगा. यहोवा परमेश्वर मेरा बलमूल है, वो मेरे पांव हरनियों के समान बना देता है, वो मुझको मेरे ऊंचे स्थानों पर चलाता है. പഴയ നിയമത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന പുസ്തകമാണ് ഹബക്കൂക്കിന്റെ പുസ്തകം. पुराने नियम के पुस्तक में से एक भविष्यवाणी के रूप में एक अच्छी पुस्तक है हबक्कूक की पुस्तक. വിശുദ്ധ വേദ പുസ്തകത്തിലെ 35-ാമത്തെ പുസ്തകമാണ്. और पुराने नियम के पुस्तक में से 35वें पुस्तक है हबक्कूक की पुस्तक. 3 അധ്യായങ്ങളുള്ള 56 വാക്യങ്ങളുള്ള 20 മുന്നറിയിപ്പുകളുള്ള 11 പ്രവചനങ്ങളുള്ള അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് ഹബക്കൂക്കിന്റെ പുസ്തകം. और हबक्कूक की पुस्तक 3 चैप्टर में से है, उसमें से करीब 56 आयतें हैं और करीब 20 जो है हमें एक चेतावनी दे रही है और 11 जो है परमेश्वर का वचन भविष्यवाणी के रूप में बताया गया है. ദൈവം തമ്പുരാൻ വീണ്ടും വീണ്ടും മാനസാന്തരത്തിനുള്ള മുന്നറിയിപ്പുകൾ യഹൂദ ജനത്തിന് നൽകിയിട്ടും വീണ്ടും വീണ്ടും ജനം തങ്ങളുടെ പാപ വഴിയിൽ പിന്തുടരുന്നതായി കാണുവാൻ കഴിയുന്നു. यहाँ पे परमेश्वर बार-बार ये बता रहा है कि मन फिराओ का फिर से बार-बार हमें चेतावनी दे रहा है कि मन फिराओ करके यहाँ पे आयत बता रहा है. ഈ ദുരവസ്ഥ മനസ്സിലാക്കി ഹബക്കൂക്ക് യഹോവയോട് എത്രത്തോളം ഇങ്ങനെ തുടരുമെന്ന് ചോദിക്കുകയാണ്. और हबक्कूक जो है इस प्रकार की जब प्रश्न जब पूछ रहा है, ये कब तक ऐसा चलता रहेगा? ജനം പാപ വഴി വിട്ടു മടങ്ങി വന്നില്ലെങ്കിൽ കൽദയരെ ഒരു വടിയായിട്ട് ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് ദൈവം നമുക്ക് നൽകുകയാണ്. और यहाँ पे हम देखते हैं बार-बार यदि हम पाप करते जाते हैं तो परमेश्वर दूसरे को
വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ളത്. इस आयत की सबसे प्रमुख बात यहाँ लिखी है कि मेरा धर्मी विश्वास से जीवित रहेगा। ഹബക്കൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവത്തെ കെട്ടിപ്പിടിക്കുന്നവൻ ആലിംഗനം ചെയ്യുന്നവനെന്നാണ്. और यहाँ पे हबक्कूक का अर्थ ही यही है कि परमेश्वर को वो जो है चुंबन या आलिंगन करने वाला व्यक्ति। പ്രതിസന്ധികളുടെ നടുവില്, പ്രശ്നത്തിന്റെ നടുവില് ദൈവത്തെ കെട്ടിപ്പിടിക്കുന്ന ഒരു പ്രവാചകനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. एक ऐसे भविष्यवक्ता को जो अपने प्रश्न के बीच में भी परमेश्वर को जो है वहां पे आलिंगन कर रहा है। ഇന്ന് രാവിലെ സമയം ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ നടുവില്, പ്രതികൂലത്തിന്റെ നടുവില് അവൻ ദൈവത്തെ നാം കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒരു മറുപടി നിശ്ചയമുണ്ട്. मेरे प्रियो, आज सुबह के वक्त में मेरे आवाज को सुनने वालों, मैं आपसे कहना चाहता हूं, यदि आप अपने प्रश्न के बीच में यदि आप परमेश्वर से लिपटे रहेंगे तो परमेश्वर वहां पे उत्तर जरूर देगा। 1-2 അധ്യായത്തില് ദൈവം മുൻപാകെ അവൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും അവയ്ക്കുള്ള മറുപടിയുമാണ്. और पहले अध्याय दूसरे अध्याय में वो अपने जीवन में जो प्रश्न से वो गुजर रहा है उसका एक हल भी वहां दिख रहा है। 3 അധ്യായത്തിൽ ദൈവത്തിന്റെ മറുപടിക്ക് മുൻപിൽ പ്രതികരിക്കുന്ന അവൻ സ്തോത്രം പാട്ടുപാടുന്ന ഒരു ഹബക്കൂക്കിനെയാണ് കാണുവാൻ കഴിയുന്നത്. और वो तीसरे अध्याय में जब आते हैं एक गीत के द्वारा वहां पर दिखता है, उसका उत्तर भी वहां पे हम देख सकते हैं। പരാതികളും സംശയങ്ങളും ചോദ്യങ്ങളും ആമേൻ സ്തോത്രം ആരംഭിച്ച ഹബക്കൂക്ക് ദൃഢനിശ്ചയത്തിനും വിശ്വാസത്തിനും അതിന്റെ അവസാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. और वहां पे हम देखते हैं दृढ़ विश्वास के द्वारा वो आगे बढ़ता है और वहां पे वो उत्तर भी देखता है। ഒടുവിലത്തെ 3 ആമേൻ സ്തോത്രം വാക്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. और आखिरी आयत में वहां पे एक उद्देश्य में बताया गया है। ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവം നമുക്ക് ആത്മാവി ഭൗതികമായും താൽക്കാലികമായുള്ള നന്മകളും നൽകിയ അതിന്റെ അടിസ്ഥാനത്തിലാകരുത്. और हमारे जीवन में आराधना जो है हमारी भौतिक आशीष जब मिलती है तब हमें आराधना नहीं करना है। മറിച്ച് ദൈവം ആരാണ്, അവൻ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് ഓർത്ത് അവനെ ആരാധിക്കുവാനിടയായി തീരണം. परंतु हमें एक चीज सोचना चाहिए कि परमेश्वर ने हमारे जीवन में क्या किया है वो हमें जानना जरूरी है। ഈ ഒരു കാലഘട്ടം നാം നോക്കുമ്പോൾ इन दिनों आज के समय में हम देखा जाए तो യഹൂദജനത്തിന്റെ ഇടയിൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീകമായിട്ട് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. यहूदी जातियों के बीच में एक अलगाव वहां पे हम देख सकते हैं। എക്കണോമിക്കലായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. एक वहां पे इकोनॉमिकल में बहुत ही गिरावट आ चुका है। वहां पर ശത്രുക്കളുടെ കയ്യിൽ വീഴുവാൻ പോകുന്ന ഒരു അവസ്ഥയാണ്. शत्रु के हाथ में गिरने जा रहे हैं हम देख सकते हैं। പലരും കൊല്ലപ്പെടുവാൻ പോകുന്ന ഒരു അവസ്ഥയാണ്. और कई लोग जो है वहां पे हत्या होने जा रहा है कई लोग के जीवन में। ദേശം നാശത്തിലേക്ക് പോകുവാൻ പോകുന്ന ഒരു അവസ്ഥയാണ്. हम देखते हैं देश जो है विनाश की ओर जा रही है ആലയം നശിക്കപ്പെടുവാൻ പോകുന്ന ഒരു അവസ്ഥ. और कलीसिया जो है वहां पे नाश होने के लिए जा रही है। എന്നാൽ ഇതിന്റെ നടുവിൽ ഹബക്കൂക്ക് പറയുകയാണ്,
सकते हैं। പ്രതികൂലത്തിന്റെ നടുവില് പുറകോട്ട് പോകുന്നവൻ പരാജയത്തിലേക്ക് പോകും. प्रतिकूल अवस्था में जब वो पीछे की ओर व्यक्ति जाता है तो वो पराजय की ओर जाएगा। വിശുദ്ധ വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ അബ്രഹാമിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. जब हम परमेश्वर के वचन से जब पढ़ते हैं, उत्पत्ति की पुस्तक में हम जब जाते हैं तो अब्राहम के बारे में हम पढ़ते हैं। അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിളിച്ചു വേർതിരിച്ച കനാനിലേക്ക് അബ്രഹാം യാത്ര ചെയ്യുകയാണ്. अब्राहम को जो है परमेश्वर ने बुलाया और उसको जो है कनान की ओर देश में वहां पे आगे की ओर बढ़ाया। ദേശത്ത് ക്ഷാമം കഠിനമായപ്പോൾ और वहां पे जब अकाल बहुत बुरी रीति से उस देश में आ गया तो മിസ്രൈമിലേക്ക് പോകുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. और मिस्र देश में हम देखते हैं अब्राहम जा रहा है वहां पर। അവിടെ ചെന്ന് ഹാഗാറിനെ വിവാഹം കഴിക്കുകയും ഇസ്മായേലിനെ ജനിപ്പിക്കുകയും ചെയ്തതായി കാണുവാൻ കഴിയുന്നു. और हागर से वो विवाह करता है, उसके बाद उसके जवान इस्माइल वहां पे जन्म होता है। ഇത് അബ്രഹാമിന്റെ ജീവിതത്തിലെ ഒരു പരാജയമായിരുന്നു. अब्राहम के जीवन में एक पराजय था वो जीवन। സ്വന്തം കൈകൊണ്ട് ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ മോശ ശ്രമിക്കുമ്പോൾ अपने खुद के हाथों से मूसा जो है इस्राएलियों को बचाने के लिए देखता है। മോശയുടെ ജീവിതം ഒരു പരാജയത്തിലേക്ക് പോകുകയാണ്. मूसा के जीवन में एक पराजय आ रहा है। ഇന്ന് രാവിലെ സമയം ചുറ്റും പ്രതികൂലത്തിന്റെയും പരാജയത്തിന്റെയും ഭയത്തിന്റെയും ശക്തികൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവമക്കൾ പുറകോട്ട് പോകുവാനല്ല, ഉയരത്തിലേക്ക് നോക്കി മുന്നോട്ട് പോകുവാനാണ് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. जब हम अपने नजर चारों तरफ जब देखते हैं बहुत सी प्रतिकूल अवस्था सामने खड़ी है, परंतु उस प्रतिकूल अवस्था में के बीच में यदि हम अपनी आंखें ऊपर की ओर लगाते हैं तो हम जरूर परमेश्वर से उत्तर को प्राप्त कर सकते हैं। ഇവിടെ ഇതാ ഹബക്കൂക്ക് പ്രതികൂലത്തിന്റെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ और यहाँ पे देखिए हबक्कूक एक तराई की ओर जा रहा है। ദൈവം തമ്പുരാൻ അവൻ 5 പ്രത്യാശ കൊണ്ട് നിറയ്ക്കുകയാണ്, പ്രത്യാശകളാൽ നിറയ്ക്കുകയാണ്. और हबक्कूक को परमेश्वर जो है 5 आशाओं से भरता है। 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ तीसरा अध्याय की 16वीं आयत में हम पढ़ते हैं तो ഹബക്കൂക്ക് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. और यहाँ पे हबक्कूक परमेश्वर के उस समय के लिए वो बाट जो रहा है। ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ കഴിവും സമ്പത്തും ശക്തിയും എല്ലാം പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. इन दिनों में मनुष्यों के सारे पैसे सब चीज मेहनत पराजय की ओर जा रही है। മനുഷ്യന് സമ്പത്തുണ്ട്, സമ്പത്ത് അവൻ രക്ഷിക്കുവാൻ കഴിയാതെയായിരിക്കുന്നു. यहाँ पे मनुष्य के पास इन दिनों में धन तो जरूर है परंतु वो बचा नहीं पा। ലോകത്തിൽ നല്ല ഹോസ്പിറ്റലുണ്ട്, എന്നാൽ എല്ലാവരും രക്ഷിക്കുവാൻ കഴിയാതെയായിരിക്കുന്നു. संसार में अच्छे हॉस्पिटल सब कुछ है परंतु वो हॉस्पिटल इंसान को बचा नहीं पा। എല്ലാം ഉണ്ടെങ്കിലും മനുഷ്യൻ ഇപ്പോൾ പരാജയത്തിന്റെ വക്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. सब कुछ होने के बावजूद भी मनुष्य पराजय की ओर पहुंचते जा रहा है। ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. इन दिनों में हमारे इस प्रतिकूल अवस्था में परमेश्वर के उस समय के लिए हम बाट जोड़े। 37-ാം സങ്കീർത്തനം 7-ാം വാക്യം വായിക്കുന്ന പ്രകാരമാണ്, യഹോവയുടെ മുൻപാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക. और यहाँ पे भजन संहिता 37 में इस प्रकार से लिखा है, यहाँ पे यहोवा के समय के लिए हम बाट जोड़े करके लिखा है। ദൈവത്തിന്റെ മുൻപാകെ ദൈവികമാകുന്ന വിടുതലിനായി നമുക്ക് കാത്തിരിക്കാം. और यहाँ पे ऐसी प्रतिकूल अवस्था में परमेश्वर के समय के लिए हम बाट जोड़े। ദൈവവചനം എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? परमेश्वर का वचन हमें क्या सिखाता है? അവനെ കാത്തിരിക്കുന്ന ആരും ലജ്ജിച്ചു പോവുകയില്ല. जो उसके लिए बाट जोते हैं वो कभी भी लज्जित नहीं होते। प्रियो, പ്രതികൂലത്തിന്റെ നടുവിൽ ഹബക്കൂക്ക് ഒന്നാമത് ചെയ്യുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. यहाँ पे हबक्कूक इस प्रतिकूल अवस्था में यहाँ पे परमेश्वर के उस समय के लिए या उस दिन के लिए वो बात जो रहा है। 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ तीसरा अध्याय के 17 और 18 आयत में जब पढ़ते हैं പറയുകയാണ്, ദൈവസന്നിധിയിൽ ഞാൻ ആനന്ദിക്കൂ. और यहाँ पे हबक्कूक कह रहा है मैं परमेश्वर में मग्न होऊंगा करके कह रहा है। ഒരിക്കലും സന്തോഷിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് ചുറ്റുമുള്ളത്. और यहाँ पे ऐसे समय में वो कभी भी आनंदित नहीं हो सकता है। चारों तरफ वो देखते हैं എല്ലാം തകർന്നതായ അവസ്ഥ, हर चीज जो है पराजय हो चुका है। അത്തിവൃക്ഷം തളിർക്കുന്നില്ല, और यहाँ पे अंजीर के वृक्ष में फल नहीं हो रहा है, തിരുവള്ളിയിൽ മുന്തിരിങ്ങ പിടിക്കുന്നില്ല, दाखलताओं में फल नहीं
वैसे हम परमेश्वर की उपस्थिति में बैठकर आनंदित हो। ഫിലിപ്പിയ ലേഖനം 4 വാക്യത്തില് പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് നമ്മോട് വിളിച്ചറിയിക്കുന്നത് സന്തോഷിപ്പീൻ എന്നാണ്. यहाँ पे प्रेरित पौलुस फिलिप्पियों की पत्री 4 अध्याय में हम देखते हैं, पौलुस जो है वहां पे कारागृह में जब पड़ा था, वहां पे प्रेरित पौलुस कह रहा है सदा आनंदित रहो। मैं फिर से कहता हूं तुमसे कि सदा आनंदित रहो। കർത്താവിനെപ്പോഴും സന്തോഷിപ്പീൻ. परमेश्वर पे सदा आनंदित रहो। ലോകം നമുക്ക് സന്തോഷം തരികയില്ല. संसार हमें कभी आनंद नहीं देगा प्रिय। ലോകം നമുക്ക് ആനന്ദം തരികയില്ല. और संसार कभी हमें आनंद नहीं देगा। എന്നാൽ യഥാർത്ഥമാകുന്ന സന്തോഷം ലഭിക്കുന്നത് ഉയരത്തിലേക്ക് നോക്കുമ്പോഴാണ്. और सही में हमें आनंदित देने वाला जब हम अपनी आंखें उस ऊपर की ओर लगाते हैं, അവൻ ഉയരത്തിലേക്ക് നോക്കുമ്പോഴാണ് അവൻ യഥാർത്ഥമാകുന്ന സന്തോഷം നമുക്ക് ലഭിക്കുന്നത്. हम जब अपनी आंखें ऊपर की ओर लगाते हैं तो सही रीति का आनंद हमें तब मिलता है। നമ്മുടെ അവസ്ഥകൾ മാറുന്ന ഒരു സമയമുണ്ട്. हमारी अवस्थाओं बदलने का एक समय आने वाला അവർക്ക് है। ആനന്ദം തരുന്ന ഒരു സമയമുണ്ട്. आनंद देने वाला एक समय आने वाला है। ആമേൻ. സങ്കീർത്തനക്കാരൻ 30-11 വാക്യത്തിൽ എന്താണ് പറയുന്നത്? और भजन संहिता 30 के 11वें आयत में क्या लिखता है? നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രട്ട് നീ അടിച്ച് എന്റെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. और यहाँ पे लिखा है तूने मेरे लिए विलाप का नृत्य में बदल डाला, तूने मेरे टाट उतरवा कर मेरे कमर में आनंद का पटुका बांधा है। എല്ലാ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവാൻ നാം തയ്യാറാകണം. हर एक परिस्थिति में हम परमेश्वर में आनंदित होने के लिए हम तैयार रहने पाए। 18 വാക്യം വായിക്കുമ്പോൾ तीसरा अध्याय उसकी 18वीं आयत में हम पढ़ते हैं, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. अपने उद्धारकर्ता परमेश्वर के द्वारा अति प्रसन्न रहूंगा। എന്റെ രക്ഷയുടെ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. अपने उद्धारकर्ता परमेश्वर के द्वारा अति प्रसन्न रहूंगा। ഹബക്കൂക്ക് ദൈവത്തിന്റെ മുൻപാകെ കഴിക്കുന്ന ഒരു ആരാധനയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. हबक्कूक परमेश्वर की उपस्थिति में एक आराधना वहां कर रहा है। എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ നമുക്ക് ആരാധിക്കുവാൻ കഴിയുമോ? क्या सब चीज जब प्रतिकूल रहती है, क्या उस प्रतिकूल अवस्था में क्या हम आराधना कर सकते हैं? സാഹചര്യം പ്രതികൂലമായിരിക്കും, परिस्थितियां शायद प्रतिकूल हो सकती है നിയമങ്ങൾ അനുകൂലമായിരിക്കുകയില്ല. और नियम हमारे जो है सही रीति से नहीं हो सकता है। യഥാർത്ഥ ഒരു ക്രിസ്തു ഭക്തന് ഏത് സാഹചര്യത്തിന്റെ നടുവിലും മുട്ടിന്മേലിരുന്ന് ആരാധിക്കുവാനിടയായി തീരണം. और यदि वो सही मसीह है तो हम परमेश्वर की उपस्थिति में अपने घुटने को टेकना जरूरी है। 34 സങ്കീർത്തനം 1 വാക്യത്തിൽ നാം വായിക്കുന്നത് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. भजन संहिता 34 इसका पहली आयत में लिखा है कि मैं यहोवा को हर समय धन्यवाद दिया करूंगा। അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിലിരിക്കും. उसकी स्तुति निरंतर मेरे मुंह से होती रहेगी। അവൻ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. मैं अपने यहोवा को हर समय जो है धन्यवाद दिया करता അവന്റെ रहूंगा। സ്തുതി എപ്പോഴും എന്റെ നാവിലിരിക്കും. उसकी स्तुति निरंतर मेरे मुंह से होती रहेगी। ദൈവം തന്റെ പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ചത്, സ്നേഹിച്ചതിന്റെ നന്ദി പ്രകടനമാണ് ആരാധന. और पिता ने अपने पुत्र को हमारे बीच में हमें दिया है, वही है एक सबसे बड़ी आराधना। അവന്റെ മുൻപിൽ വീണ് നമസ്കരിക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. उसके सम्मुख में जो है घुटने टेक के जब हम आराधना करते हैं वही एक सबसे बड़ी आराधना। റോമാലേഖനം 8-35 വാക്യത്തിൽ വായിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. और यहाँ पे रोमियो की पत्री 8 अध्याय उसकी 35 आयत में लिखा है, कौन हमको मसीह के प्रेम से अलग करेगा? क्या क्लेश या संकट या उपद्रव या अकाल या नंगाई या जोखिम या तलवार करके लिखा है। ആമേൻ. ദൈവത്തെ ആരാധിക്കുവാൻ അവൻ തയ്യാറായി. वो परमेश्वर की उपस्थिति में आराधना के लिए वो तैयार हो। 19 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. और यहाँ पे 3:19 में लिखा है मैं उस पे भरोसा रखूंगा। കർത്താവിന്റെ ബലമാകുന്നു. और वहां पे लिखा है यहोवा परमेश्वर मेरा बल मूल है। ദൈവത്തിലുള്ള ആശ്രയമാണത് കാണാൻ കഴിയും. वहां पे परमेश्वर पे एक आश्रय या भरोसा देख सकते हैं। നമ്മുടെ പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. हमारी उस प्रतिकूल अवस्था में हम परमेश्वर पे आश्रय करें। അവൻ നമ്മുടെ ബലമാണ്. वो हमारा बल है। നമ്മുടെ ബലം കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. हमारे बल से हम कुछ नहीं कर सकते, ശക്തി കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയില്ല. हमारी शक्ति से भी हम कुछ नहीं कर सकते, എന്നാൽ കർത്താവ് നമ്മുടെ ബലമാണ്. परंतु परमेश्वर हमारा बल है। അവൻ നമ്മുടെ ബലമായി തീർന്നാൽ यदि वो हमारा बल बन जाए നമുക്ക് ജയം നിശ്ചയമാണ്. और हमें जय जरूरी है। 5ാമത്തെ കാര്യം ഓർപ്പിച്ചു
വെച്ചിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. पांचवी बात मैं बोलकर मैं बैठना चाहूंगा. അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ ആമേൻ സ്തോത്രം, ഒടുവിലത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെയാകുന്നു. और 19 के आखिरी बात में लिखा है, वो मेरे पांव हरणियों के समान बना देता है. ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. वो मुझको मेरे ऊंचे स्थानों पर चलाता है. ഹബക്കൂക്കിന്റെ തീരുമാനം ഇതാണ്, ഞാൻ ദൈവത്തിനായി ഓടുമെന്നാണ്. हबक्कुक का एक निर्णय है, मैं यहोवा के लिए दौड़ूंगा. അവന്റെ ആഗ്രഹം ദൈവത്തിനായി ഓടുക എന്നുള്ളതാണ്. उसकी इच्छा है कि मैं परमेश्वर के लिए दौड़ूं. ചുറ്റുമുള്ള സാഹചര്യം നോക്കുമ്പോൾ ഹബക്കൂക്കിന്റെ കാലുകൾ വിറയ്ക്കുന്ന അവസ്ഥയാണ്. यदि प्रतिकूल अवस्था चारों तरफ वो हबक्कुक देखे तो उसके पैर कांपने लगते हैं. തന്റെ ഹൃദയം തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. उसका हृदय टूट चुका है प्रियो. ഈ സാഹചര്യത്തിൽ സുരക്ഷിതമാകുന്ന ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് അല്പം വിശ്രമിക്കുവാനുള്ള ആഗ്രഹം ഒരുപക്ഷെ ഹബക്കൂക്കിന് ഉണ്ടായിരിക്കാം. ऐसे प्रतिकूल अवस्था में हबक्कुक के अंदर इच्छा होगी कि कहीं जाके विश्राम कर लेगा. ആഗ്രഹം അവൻ മാറ്റിവെച്ചിട്ട്, परंतु वो अपनी इच्छा को हटाकर वहां पर അവൻ ആഗ്രഹിക്കുകയാണ്, അവൻ വിശ്വസിക്കുകയാണ്, ഒരു മാനിനെ പോലെ ഞാൻ കുന്നുകൾ ചാടിക്കേറി മുകളിലേക്ക് ഞാൻ എത്തിച്ചേരും. वो इच्छा कर रहा है कि मैं अपने पांव जो है हरणियों के समान में दौड़ूं. ഇതായിരിക്കണം നമ്മുടെ ആഗ്രഹം. यही इच्छा हमारे जीवन में भी होना चाहिए. ഏത് പ്രതികൂല സാഹചര്യത്തിലോ कोई भी प्रतिकूल अवस्था में ഉയരത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള, ऊपर की ओर यदि जाना है, നിത്യതയിൽ എത്തിച്ചേരുവാനുള്ള उस अनंत जीवन में यदि पहुंचना है, ഒരു ഓട്ടമായിരിക്കണം നമ്മുടെ ഹല്ലേലൂയ തീരുമാനം. और हमारी भी वो है दौड़ना है, वहां पर तक पहुंचना है. तो ആമേൻ സ്തോത്രം. ഉന്നതികളിലേക്ക് ഓടുവാൻ വേണ്ടി ഹബക്കൂക്ക് ആഗ്രഹിക്കുകയാണ്. उस ऊंचे स्थान में खड़े रहने के लिए वो दौड़ रहा है. ഈ ലോകത്തിൽ നാം പാർക്കുമ്പോൾ इस संसार में जब हम रहते हैं प्रिय, നമ്മുടെ ലക്ഷ്യം हमारा लक्ष्य നിത്യതയായിരിക്കണം. वो अनंत जीवन होना चाहिए. ഉയരത്തിലേക്ക് ചെന്നെത്തുകയായിരിക്കണം നമ്മുടെ ആമേൻ സ്തോത്രം ലക്ഷ്യം. हमारा एक ही लक्ष्य होना चाहिए कि हम उस अनंत जीवन में प्रवेश करना है. പ്രതികൂലം കടന്നു വരും. प्रतिकूल आएगी प्रिय, ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പകർച്ചവ്യാധികൾ കടന്നു വരും. बहुत सी महामारी जरूर आएगी, അനേക പ്രിയപ്പെട്ടവർ ചത്തു വീഴുവാനിടയായിത്തീരും. और कई लोग इस संसार से जुदा भी हो जाएंगे. രോഗങ്ങൾ നിറയുവാനിടയായിത്തീരും. पूरा संसार बीमारी से भर जाएगा. അതിന്റെ നടുവില് ഉയരത്തിലേക്ക് പോകുവാനുള്ള ആ ഒരു വെമ്പൽ, ആ നിത്യതയ്ക്ക് വേണ്ടി ഓടുവാനുള്ള ഒരു വെമ്പലായിരിക്കണം നമ്മുടെ വെമ്പൽ. उस परिस्थिति के बीच में भी हमारी एक इच्छा होना चाहिए, हम उस हरणियों के समान दौड़ना है कि वहां हमें अनंत जीवन में प्रवेश करना है. എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ जब सब चीज प्रतिकूल रहता है प्रिय, ഹബക്കൂക്ക് ചെയ്യുകയാണ്, अब वो एक बात कर रहा है, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഐശ്വര്യയോടെ കാത്തിരിക്കുന്നു. प्रभु के उस समय के लिए बाट जो है, ദൈവസന്നിധിയിൽ അവൻ ആനന്ദിക്കുന്നു. वो परमेश्वर के सन्मुख में आनंदित कर, ദൈവം മുൻപാകെ അവൻ ആരാധിക്കുന്നു. वो परमेश्वर की उपस्थिति में आराधना कर, ദൈവത്തിൽ അവൻ ആശ്രയിക്കുന്നു. उस पे भरोसा कर रहा है, നിത്യതയ്ക്ക് വേണ്ടി അവൻ ഓടുന്നു. और उस अनंत जीवन के लिए दौड़ रहा है प्रिय. രാവിലെ സമയം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. आइए इस सुबह के वक्त में अपनी आंखों को बंद करें. ഈ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. इस प्रतिकूल अवस्था में परमेश्वर हमें सामर्थ्य देने, പുറകോട്ട് പോകുവാനല്ല, पीछे नहीं प्रिय, മുൻപോട്ട് ഓടുവാൻ നമ്മുടെ കാലുകൾക്ക് ദൈവം ബലം നൽകട്ടെ. आगे की ओर दौड़ने के लिए परमेश्वर हमें हमारे पैरों को जो है ताकत देने पाए. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. आइए अपनी आंखों को बंद. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, प्रिय परमेश्वर, ഞങ്ങളുടെ ഈ ശബ്ദം കേട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യും. हमारे इस आवाज को सुनने वाले सब प्रियों को प्रभु, ഈ പ്രതികൂലത്തിന്റെ നടുവില इस प्रतिकूल अवस्था के बीच में അതിൽ തകർന്നു പോകാതെ തളർന്നു പോകാതെ ആമേ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി നിത്യതയ്ക്ക് വേണ്ടി ഓടുവാൻ ജനത്തെ നീ ഒന്ന് സഹായിക്കണം. इस प्रतिकूल अवस्था में वो लोग कभी भी निराश ना होने पाए, ना गिरने पाए, परंतु उस हरणी के समान अपने पैर को दौड़ने पाए. वहां पर കർത്താവ് അതിനുള്ള ബലം നൽകിയാട്ടെ. परमेश्वर आप उन्हें बल देने पाए. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. यीशु मसीह के नाम से हम लोग आशीषित करते हैं, प्रार्थना करते हैं.